വീടുകളിൽ പോലും സംസാരിക്കാൻ സമയമില്ലാത്ത ഈ കാലത്തെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന വരയിൽ തറവാട് കുടുംബ ട്രസ്റ്റ് സമൂഹത്തിന് മാതൃകാ സന്ദേശമാണ് നൽകുന്നത് എന്ന കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ രണ്ടാമത് കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബ ബന്ധങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അത് നമ്മുടേതായ എന്തെങ്കിലും കുറ്റം കൊണ്ടല്ല. കാരണം നമ്മുടെ കാലം അതിവേഗത്തിലും വ്യത്യസ്ത തരത്തിലുമാണ്. നമുക്ക് ആർക്കും സമയമില്ലാതെയാണ് ഈ സമയം കടന്നു പോകുന്നത്. എല്ലാവർക്കും തിരക്കാണ്. ഇപ്പം തിരക്ക് പിടിച്ച ഒരു ജീവിതയാത്രയാണ്. ഒരു 10-30 വർഷം മുമ്പുള്ള കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കാർക്കും പരസ്പരം സംസാരിക്കാനോ വീട്ടിലുള്ള ആളുകൾക്ക് പോലും സംസാരിക്കാൻ സമയമില്ല. ആ നിലയിലേക്ക് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇത്തരം സന്ദർഭത്തിൽ ഒരു തറവാട്ടിലെ എല്ലാവരെയും യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു വേദി ഒരുക്കുക എന്നത് തന്നെ ഒരു പക്ഷേ എത്രത്തോളം കഠിനമായ പ്രയത്നമാണ് ഇതിൻ്റെ സംഘാടകർ നടത്തിയിട്ടുണ്ടാവുക എന്നത് ഈ പരിപാടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു തറവാട് ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് കണ്ണു ചേർക്കുകയും അതുപോലെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കും ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ പരിശ്രമമാണ്. പുതുതായി നിർമ്മിച്ച വരയിൽ ഒതേനി സ്മാരക കുടുംബ വീടിൻ്റെ ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.കെ. സുരേഷ് ബാബു സാംസ്കാരിക പ്രഭാഷണം നടത്തി. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. ഗോവിന്ദൻ സുവനീർ പ്രകാശനവും നിർവഹിച്ചു. തൻ്റെ കുടുംബത്തിൽ കഴിഞ്ഞ തലമുറ ആരാണ് നയിച്ചതെന്നും ആരാണ് അമ്മാവൻ, ആരാണ് അമ്മായി, അച്ചമ്മ, വല്യമ്മ തുടങ്ങിയ ബന്ധങ്ങളൊന്നും പക്ഷിമൃഗാദികൾക്കില്ല. ഞാൻ ഈ വീട്ടിൽ ഗൃഹപ്രവേശം നടത്തിയിരിക്കുന്ന ഈ വീട്ടിന്റെ അകത്ത് കയറിയപ്പോ 33 ആളുടെ ചിത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. 33 ആളുകളുടെ ചിത്രം. അതിൽ പ്രധാനപ്പെട്ട 2 ആളുകൾക്ക് പുഷ്പാർച്ചനയും നടത്തി. ഈ 33 ആളുകളെ ഓർക്കുന്നവർ പലരും ഇവിടെയുണ്ട്. ഇത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. മനുഷ്യന് ചരിത്രബോധമുണ്ട്. കടന്നു വന്ന വഴികൾ അറിയാം. ആ വഴികൾ അറിയുന്നത് കൊണ്ടാണ് നമുക്ക് ത്രികാലജ്ഞാനികൾ എന്ന പേര് വന്നത്. എന്താ ഈ ത്രികാലജ്ഞാനി? ഭൂതമറിയാം, നമ്മൾ കടന്നു വന്ന വഴികൾ. ഇന്ത്യയെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് എങ്ങനെയാണ്? അതിനവർക്ക് ഊർജം കിട്ടിയത് എവിടുന്നാണെന്നറിയുമോ? ബ്രിട്ടീഷുകാരുടെ എല്ലാ വീട്ടിലും എല്ലാ കുടുംബത്തിലും 1000 കൊല്ലം മുമ്പ് വരെ അവരുടെ കുടുംബത്തിന്റെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് അച്ചാച്ചന്റെ പേരറിയാവോ? അദ്ദേഹത്തിന്റെ അച്ചാച്ചന്റെ പേരറിയാവോ? എൻ്റെ അച്ഛൻ നാരായണക്കുറുപ്പ്, അദ്ദേഹത്തിന്റെ അച്ഛൻ നാരായണൻ നമ്പ്യാർ, അദ്ദേഹത്തിന്റെ അച്ഛൻ തോലമ്പ്ര പൈതലമ്പ്യാർ, അദ്ദേഹത്തിന്റെ അച്ഛൻ കോളാരി കേളപ്പ നമ്പ്യാർ. ഇത്രയും എനിക്കറിയാം. അവരെ അറിയില്ല. അപ്പൂപ്പൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൂപ്പന്റെ അച്ചാച്ചനെ കുറിച്ച് അച്ചമ്മയെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ എഴുതി വെച്ചു. നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കണം. ഒരു വീട്ടിൽ ഗൃഹപ്രവേശം നടത്തുമ്പോൾ ഈ വീട്ടിൽ കെ. രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മ പരാഗൻ, ഏഴോം ഗ്രാമപഞ്ചായത്ത് അംഗം കെ.വി. ഗ്രീഷ്മ, എം. കുഞ്ഞിരാമൻ നമ്പ്യാർ, ഫാദർ മാത്യു കുഴുമലയിൽ, എം.പി. അംസ മുസലിയാർ, സി. വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വി. പരാഗൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. 2017 രൂപം കൊണ്ട ട്രസ്റ്റ് വരയിൽ മീനാക്ഷി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ട്രസ്റ്റിന് ആസ്ഥാന മന്ദിരം ഒരുക്കിയിരിക്കുന്നത്. വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് രവിപുരം.